പെരുമ്പാവൂർ സ്നേഹാലയ കലാസാഹിത്യവേദിയുടെ പ്രതിമാസ പ്രോഗ്രാമും കലാ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ മനുഷ്യാവകാശ ചാരിറ്റബിൾ രജിസ്ട്രേഡ് സംഘടനയുടെ ജില്ലാ മീറ്റിംഗും പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സ്നേഹാലയ കുടുംബത്തിലെ കലാ സാഹിത്യ സംഗീത രംഗത്തുള്ളവർക്ക് ഒരു വരുമാനം കണ്ടെത്തുന്നതിനും അവരെ അറിയപ്പെടുന്നവരാക്കി മാറ്റുന്നതിനും അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ചെയർമാൻ ഡീക്കൻ ഡോക്ടർ ടോണി മേദല അധ്യക്ഷത വഹിച്ചു. നമ്മൾ എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച ഇവിടെ കൂടും. എല്ലാവരും സഹകരിക്കുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇവിടെ കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾക്ക് പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കും. നമുക്ക് വേണ്ടതായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ, ഏത് മേഖലയിലാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കും. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. യോഗത്തിൽ ഡോക്ടർ PA പീറ്റർ സ്വാഗതം പറഞ്ഞു. സംഘടനാ CEO അലി അക്ബർ, ചെയർമാൻ VMA ഖാദർ, ഡീക്കൻ ഡോക്ടർ ടോണി മേദല എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കലാരംഗത്ത് ഏകദേശം 8 വർഷക്കാലമായി പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് AUFCNC. 2018 ആരംഭിച്ച് കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ രജിസ്ട്രേഷനോട് കൂടി പ്രവർത്തിക്കുകയും 2025 നമ്മുടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മെമ്പർമാർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ നിന്നും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും ഇപ്പോൾ AUFCNC എന്ന പേരിൽ ആക്ടേഴ്സ് യൂണിറ്റി ഫോർ സിനി മേക്കേഴ്സ് കൗൺസിൽ കല, കായികം, സാംസ്കാരികം, സാമൂഹികം, വിദ്യാഭ്യാസം, ആരോഗ്യം, മനുഷ്യാവകാശം, അതോടൊപ്പം തന്നെ ചാരിറ്റിയും കൂടി ചേർന്ന് കേരളത്തിലെ ഇതുവരെ ഒരു സംഘടനയും കൈവക്കാത്ത എല്ലാ മേഖലകളും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. CEO അലി അക്ബർ മുഖ്യപ്രഭാഷണം നടത്തി. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് 8 വർഷം മുമ്പ് പല മേഖലയിലൂടെയും നമ്മൾ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ലെവലിലുള്ള മിനിസ്റ്റേഴ്സിനെ വരെ നമ്മൾ പോയി കണ്ടു. സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവലിലുള്ള മിനിസ്റ്റേഴ്സിനെ പോയി കണ്ടു. കലാ സാംസ്കാരിക സാമൂഹിക മേഖലയിലുള്ള ഒട്ടനവധി ആളുകളെ പോയി കണ്ടു. ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ പോയി കണ്ടു. ഇങ്ങനൊരു ആശയം എല്ലാവരും സംഘടന എന്ന് കേൾക്കുമ്പോൾ ഒട്ടനവധി സംഘടനകൾ ഇന്നിപ്പോൾ നമുക്കറിയാം. രാജ്യം ഭരിക്കുന്നത് ഒരു സംഘടന തന്നെയാണ്. അതുപോലെ തന്നെ മറ്റനേകം രാഷ്ട്രീയമായാലും മതമായാലും ജാതിയായാലും, എന്നാൽ നമ്മളിന്ന് പറയുന്ന എല്ലാ മേഖലയിലും ഏതെങ്കിലും ഒരു തലത്തിലായിരിക്കും മനുഷ്യർ ടച്ച് ചെയ്ത് പോകുന്നത്. കല, സാംസ്കാരിക, സാമൂഹിക, ആരോഗ്യ, വിദ്യാഭ്യാസ, കായിക. എന്തുകൊണ്ടാണ് കായികം ലാസ്റ്റ് പറഞ്ഞതാണ്? ഇന്ന് വേൾഡ് കപ്പ് നടക്കാം. ഈ വേൾഡ് കപ്പ് നടക്കുന്ന ആ ഒരു ടീമിൽ കളിക്കുന്ന രാജ്യക്കാരെന്ന് പറയുന്നത് വെറും ലക്ഷങ്ങളോളം ആളുകളുള്ള ജനസംഖ്യയുള്ള രാജ്യക്കാരാണ്. ഇന്ന് 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നും ഇതുവരെ അവിടേക്ക് പോകാൻ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അത് ജനങ്ങൾ തന്നെയാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അല്ല. പ്രശസ്ത എഴുത്തുകാരി അമ്പിളി TR പാണിയേലി എന്ന സ്ഥലത്തെക്കുറിച്ച് എഴുതിയ ഓർമ്മപ്പൊത്തിലെ മാണിക്യം എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് ഗ്രേസി കിഴക്കമ്പലം ഗാനം ആലപിച്ചു.
മജീഷ്യൻ മാത്യു കാവക്കാടിന്റെ മാജിക് ഷോയും അനിയൻകുട്ടൻ പത്തനംതിട്ടയുടെ ഡാൻസ്, കരോക്കെ ഗാനമേള എന്നീ വിവിധ പരിപാടികളും നടന്നു. അടിച്ചും തൊഴിച്ചും നാടുകളെത്തുന്നു കണ്ണടി കളികൊണ്ട തമ്പ്രാക്കൂട്ടം. പിറന്ന മണ്ണും വളർന്ന നാടും ഏവരും ഒരുമിച്ച് പ്രതിജ്ഞ ചൊല്ലി. AUFCMCയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ക്രിസ്റ്റി CU, ജില്ലാ സെക്രട്ടറി TC കുട്ടൻ, മനോജ് പെരുമ്പാവൂർ, മൈമുന മഞ്ചേരി, ദിവ്യ M സോന എന്നിവരും മിനി കറുകടം, പ്രകാശ് കല്ലമ്പലം, ഗ്രേസി കിഴക്കമ്പലം, M പ്രദീപ്, PN മണി, MS ചന്ദ്രൻ, സുധാകരൻ TK, ഷീല സുധാകരൻ, രാജൻ ഇലക്കാട്, റോയി പെരുമ്പാവൂർ, എമിലി മാത്യു, വെറോനിക്ക വർഗീസ്, സുജാത വിനീഷ് എന്നിവരും ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.